Meet the editors. സജി ചെറിയാൻ എന്ന് പറഞ്ഞത് കാസർഗോഡ് നഗരസഭയിലെയും മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെയും ഒക്കെ പേര് നോക്കിയാൽ അറിയാം അവിടെ ആരാണ് വിജയിച്ചു വന്നിരിക്കുന്നത്. പേര് നോക്കിയാൽ വർഗീയ ധ്രുവീകരണം അറിയാം എന്ന് പറഞ്ഞതാണ് സജി ചെറിയാനെ കുടുക്കിയത്. നമുക്ക് ഈ രണ്ട് സ്ഥലങ്ങളും ഒന്ന് പരിശോധിച്ച് വരാം. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് കണക്ക് വെച്ചൊന്ന് പരിശോധിച്ചാൽ കാസർഗോഡ് നഗരസഭയിൽ ആകെ 39 വാർഡുകളാണുള്ളത്. മുനിസിപ്പാലിറ്റിയിൽ UDF-ന് 24 സീറ്റുകളുണ്ട്. അതിൽ മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള ഇടങ്ങളാണ് 23 ഇടങ്ങൾ. 23 സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗാണ്. സ്വാഭാവികമായും മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിച്ചു വരുന്നവരാണ്. കോൺഗ്രസിന് ഒരു സീറ്റുണ്ട്. NDAക്ക് BJPക്ക് അവിടെ 12 സീറ്റുകളുണ്ട്. കാസർഗോഡ് നഗരസഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ മുസ്ലിം ഹിന്ദു പോപ്പുലേഷൻ ഏകദേശം തുല്യമായിട്ട് വരുന്ന ഒരു ജില്ലയാണ്. അപ്പോൾ കാസർഗോഡ് നഗരസഭാ പരിധിയിൽ 12 BJP പ്രവർത്തകരെ ഹിന്ദു വോട്ട് ബാങ്കിൽ നിന്ന് വിജയിപ്പിക്കാൻ സാധിച്ചു. അതേപോലെ മുസ്ലിം ലീഗ് 23 കൊണ്ടുവന്നു. അവിടെ LDF-ന് കിട്ടിയത് 2ആണ്. അതിൽ CPM 1 മറ്റൊരു CPM സ്വതന്ത്രനുമാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇടത് സ്വതന്ത്രനും CPM കൂടി ഇടതുപക്ഷത്തിന് LDF-ന് കിട്ടിയത് 2, കോൺഗ്രസിന് 1. ബാക്കി ഭൂരിപക്ഷവും പോയിരിക്കുന്നത് 23 സീറ്റുകൾ പോയിരിക്കുന്നത് മുസ്ലിം ലീഗിന്, 12 സീറ്റുകൾ പോയിരിക്കുന്നത് BJPക്ക്. ഇവരുടെ പേരുകൾ നോക്കിയാൽ സ്വാഭാവികമായും BJPയുടെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളുടെ പേര് നോക്കിയാൽ അതിൽ 100% അത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. BJPയുടെ പ്രതിനിധികൾ മുസ്ലിം ലീഗിലേക്ക് വന്നാലും സ്വാഭാവികമായും മുസ്ലിം ഡൊമിനേറ്റഡ് ഏരിയയിൽ നിന്നുള്ള പ്രാതിനിധ്യം സ്വാഭാവികമായും ആ പേരുകരാവുന്നു. അതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കാസർഗോഡ് നഗരസഭയിലെ പേര് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഈ വർഗീയതയെ കാണാൻ കഴിയുക? അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള CPM-ൻ്റെയും സ്വതന്ത്രനും CPM-ഉം ഞാൻ മനസ്സിലാക്കുന്നത് ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള പേരുകളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? അതൊരു പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത് മലപ്പുറം നഗരസഭയിലേക്ക് എത്തിയാൽ മലപ്പുറം നഗരസഭയിൽ 45 വാർഡുകളിൽ മുസ്ലിം ലീഗിന് 31, കോൺഗ്രസിന് 6, സ്വതന്ത്രന് 1-മാണ്. LDF-നുള്ളത് 7ആണ്. CPM 5, CPI 1, സ്വതന്ത്രൻ 1 എന്നതാണ് കണക്ക്. നോക്കൂ, മലപ്പുറത്ത് ജില്ലാ വൈസ് പ്രസിഡന്റിൻ്റെ പേര് കൂടി പ്രേക്ഷകർ ഒന്ന് ഓർമ്മിക്കണം. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി ജയിച്ച അഡ്വക്കേറ്റ് A P മിജി ദളിത് വിഭാഗത്തിൽ നിന്ന് പ്രതിനിധീകരിക്കുന്നതാണ്. പക്ഷേ ഓർമ്മിക്കൂ, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഇക്കുറി ഒരു സംവരണ സീറ്റല്ല. അതായത് ജനറൽ സീറ്റിലാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുസ്ലിം ഇതര സമുദായത്തിൽ നിന്നുള്ള അഡ്വക്കേറ്റ് A P മിജിയെ മുസ്ലിം ലീഗ് പരിഗണിച്ചിരിക്കുന്നത്. അത് കൊടുക്കുന്ന സന്ദേശം ചെറുതാണോ? അപ്പോൾ എങ്ങനെയാണ് സജി ചെറിയാന് ഈ പേര് നോക്കിയാൽ വർഗീയത കാണാനാകും എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാൻ കഴിയുക? അത് സാങ്കേതികമായി ഫാക്ച്വലായി പോലും ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇത് തെളിയിക്കുന്നത്. നോക്കൂ, ഇത് അഡ്വക്കേറ്റ് A P മിജി മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. താനാളൂരിലെ ഡിവിഷനിൽ നിന്ന് വിജയിച്ചു വന്നതാണ്. ജനറൽ ഡിവിഷനിൽ നിന്ന് വന്ന സ്ഥാനാർത്ഥിയാണ്. ജനറൽ ഡിവിഷനിൽ നിന്ന് അഡ്വക്കേറ്റ് A P മിജിയെ വിജയിപ്പിക്കുന്ന മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു വർഗീയ ധ്രുവീകരണത്തിൻ്റെ ലേബൽ ഇപ്പോൾ ചാർത്തിക്കൊടുക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. സജി ചെറിയാൻ ഇന്ന് പേര് നോക്കി പറയാമെന്ന് പറഞ്ഞത് CPM-ൻ്റെ രാഷ്ട്രീയ ലൈനാണോ എന്നുള്ളതാണ്. ഗോവിന്ദ മാഷ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ ഒരു CPM നേതാവും സജി ചെറിയാനെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുമില്ല. അപ്പോൾ ചോദ്യം ഇതാണ്. ചോദ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇതിൽ ഈ ഫാക്ച്വലായിട്ടുള്ള കാര്യങ്ങൾ ജിമ്മി നമ്മൾ പരിശോധിച്ചിട്ട് ഒരൊറ്റ കാർഡിൽ തന്നെ ഉത്തരവുണ്ട്. ഇപ്പോൾ അഡ്വക്കേറ്റ് A P മിജിയെ പോലെ ഒരാളെ വിജയിപ്പിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ്. അതിപ്പോൾ നാമമാത്രമായ ഒന്നാണെന്ന് പറഞ്ഞാൽ പോലും നോക്കൂ, സജി ചെറിയാൻ്റെ തിയറി ഇവിടെ തെറ്റല്ലേ? സംശയമൊന്നുമില്ല. അത് ഒരു പൊതുബോധത്തിൻ്റെ ഭാഗമായി സജി ചെറിയാൻ പറയുന്നതാണ്. മലപ്പുറം കാസർഗോഡ് അത് അപ്പം തന്നെ മുസ്ലിമാണെന്ന് കണക്ട് ചെയ്യണം, മുസ്ലിങ്ങളെ ജയിക്കുമെന്ന് കണക്ട് ചെയ്യണം, അപ്പം നിങ്ങൾക്ക് വർഗീയത മനസ്സിലാകണം. ഇത്രേ ഉള്ളൂ. അതിനകത്ത് ഡീറ്റെയിൽസോ പേര് വിവരങ്ങളോ ഒന്നുമല്ല. പൊതുബോധത്തിൻ്റെ ഭാഗമായി അവിടെ മുഴുവൻ അവന്മാരാണ് എന്ന് പറയുക മാത്രമാണ് ലക്ഷ്യം. അല്ലാതെ കണക്കും കുന്തവും കുടച്ചക്രവും ഇതിനകത്തൊരു വിഷയമല്ല. അതാണ് സ്മൃതി. ഇതിൽ നോക്കൂ, ഇവിടെ കാസർഗോഡ് നഗരസഭ നോക്കിയാൽ 39 അവിടെ മുസ്ലിം ലീഗിന് 23 ഇടങ്ങളിൽ സ്വാധീനമുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗ് എന്താണ് സജി ചെറിയാൻ പറഞ്ഞത് എനിക്കിനിയും മനസ്സിലായിട്ടില്ല. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളിൽ ഹൈന്ദവ നാമമുള്ളവരില്ല എന്നതാണോ പറയാൻ ശ്രമിക്കുന്നതെങ്കിൽ മലപ്പുറം നഗരസഭയിൽ അത് തെറ്റാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്നിപ്പോൾ ചർച്ചയിൽ പറഞ്ഞപ്പോൾ നമ്മൾ നോക്കുമായിരുന്നു, അമരാവതിയിൽ ഒരു ഹൈന്ദവ നാമധാരിയായ ഒരു സ്ത്രീയെ വിജയിപ്പിച്ചെടുക്കാൻ മഹാരാഷ്ട്രയിൽ മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിനെയും BJP-യും സമീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ ചാരി മുസ്ലിം ലീഗിന് വർഗീയ സ്വഭാവമുണ്ടെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നേരിട്ട് മുസ്ലിം ലീഗിനെ ഒരു വർഗീയ കക്ഷിയായിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണോ സജി ചെറിയാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്? ഉറപ്പായിട്ടും അതങ്ങനെ തന്നെയാണ്. ഇപ്പോൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഉറപ്പായിട്ടും മുസ്ലിങ്ങളാണ് കൂടുതലും പ്രതിനിധികളായി വരിക. ഇപ്പോൾ കാസർഗോഡിന്റെ കാര്യത്തിലാണെങ്കിൽ 50-50 എന്ന രൂപത്തിലാണെങ്കിലും ആ പ്രദേശം നോക്കിയാൽ, പ്രത്യേക ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അവിടെ മുസ്ലിം പ്രതിനിധികളാണ് കൂടുതലെന്ന് കാണാം. ലീഗ് എല്ലാ കാലത്തും ഹിന്ദു പ്രതിനിധികളെ ബോധപൂർവം തന്നെ ഒന്നോ രണ്ടോ പേരെയെങ്കിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന പേരാണ് UC രാമൻ, അല്ലേ?
കോഴിക്കോട് ഭാഗത്ത് UC രാമൻ മത്സരിക്കാറുണ്ട്. എപ്പോഴും ജയിക്കുന്ന ഒരാളാണെന്ന് കരുതാൻ പറ്റില്ല. UC രാമൻ മത്സരിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ സ്മിജിയുടെ പേര് പറഞ്ഞു. അത് മാത്രമല്ല കേട്ടോ, മലപ്പുറത്ത് 6 സീറ്റ് ഈ തരത്തിൽ മുസ്ലിമേതര പ്രതിനിധികളാണ് ഉള്ളത്, ലീഗ് കൊടുത്തതാണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണല്ലോ പറയുന്നത്. ഇത് പറയുമ്പോൾ പെരിന്തൽമണ്ണയിലേക്ക് നോക്കേണ്ടതുണ്ട്. പെരിന്തൽമണ്ണയിലെ കാഴ്ച നോക്കണം. പെരിന്തൽമണ്ണയിൽ മുഴുവൻ ലീഗ് പ്രതിനിധികളായിട്ട് വരുന്നത്, പെരിന്തൽമണ്ണയിലെ 11 ജനപ്രതിനിധികൾ മുസ്ലിം ലീഗിന്റെ 11 ജനപ്രതിനിധികൾ ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. അതിൽ ഓരോ പേരായിട്ട് ഞാൻ എടുത്തു പറയേണ്ട. ഞാൻ ചർച്ചയിൽ പറഞ്ഞ റീന ടീച്ചർ, സിനി ടീച്ചർ, ഷീന പുലാക്കുടി, EP അരുൺ, CP ബാലചന്ദ്രൻ, രമണി ടീച്ചർ, സുബ്രഹ്മണ്യൻ, നീന വിജയൻ, O അനിൽകുമാർ, പ്രസീത സുഭാഷ്, ഈ പേരുകൾ മുഴുവൻ മുസ്ലിമേതര പേരുകളാണ്. 11 പ്രതിനിധികളെ ലീഗ് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ അതിലൊരു സൗഹാർദ്ദത്തിന്റെ സന്ദേശം കൊണ്ട് ലീഗ് അത് ബോധപൂർവം തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് ലീഗിനെ വർഗീയമായി ചാപ്പകുത്തുന്ന രൂപത്തിലുള്ള പ്രതികരണം സജി ചെറിയാൻ ചെയ്യുന്നത്. ഓക്കെ സ്മൃതി, ഞാൻ ഇനി ഒരു കണക്കുകൂടി നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. നമ്മളിപ്പോൾ കാസർഗോഡ് കണ്ടു, മലപ്പുറവും കണ്ടു, നമുക്ക് ചെങ്ങന്നൂരേക്ക് വരാം. സജി ചെറിയാൻ്റെ സ്വന്തം നഗരസഭയിലെ കണക്കുകൂടി ജിമ്മി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ആ കണക്കുകൂടി നമുക്ക് നോക്കാം. അവിടെ റിസൾട്ട് ഇങ്ങനെയാണ് വന്നത്. UDF 13 ഇടങ്ങളിൽ വിജയിച്ചു, LDF 5, NDA 6. നോക്കണം, ചെങ്ങന്നൂരിൽ 6 ഇടങ്ങളിൽ NDA വിജയിച്ചിട്ടുണ്ട്, BJP വിജയിച്ചിട്ടുണ്ട്. ചെങ്ങന്നൂർ നഗരസഭയിൽ അവിടെ ഒരൊറ്റ മുസ്ലിം നാമധാരിയുടെ പേര് കാണാൻ പറ്റത്തില്ല. അത് UDF-ലില്ല, LDF-ലില്ല, BJP-ഇല്ല. ചെങ്ങന്നൂർ നഗരസഭയിൽ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ചെറിയൊരു വിഭാഗം മുസ്ലിം സാന്നിധ്യമുള്ള മേഖലയാണ്. അവിടെ മുസ്ലിം പ്രാതിനിധ്യം ഒരൊറ്റയിടത്ത് കാണാൻ സാധിക്കില്ല. പേര് നോക്കൂ, LDF-ൽ വിജയിച്ചു വന്നിരിക്കുന്നവരുടെ പേര് നോക്കിയാൽ ഒന്ന് ജിൻഡോ M ബാബു, പേര് നോക്കിയാൽ വർഗീയത പറയാൻ പറ്റുമോ? മംഗലത്ത് വിജയിച്ചു വന്നിരിക്കുന്നത് ഏലിയമ്മ സജിയാണ്, ബിജു അലക്സാണ്ടർ ആണ്. 3 പേർ നോക്കൂ. അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് PK അനിൽകുമാറാണ്, LDF-ന്റെ കാൻഡിഡേറ്റ് ജയിച്ചു വന്നത്. പിന്നൊന്ന് VS സവിതയാണ്. ഇവിടെ എവിടെയാണ് ഒരു മുസ്ലിം നാമധാരി ഉള്ളത്? ഇവിടെ ഒരു മുസ്ലിം നാമധാരിയില്ല എന്ന് കരുതി ചെങ്ങന്നൂർ നഗരസഭയിലെ LDF-ന്റെയും UDF-ന്റെയും ജനപ്രതിനിധികൾ വർഗീയ ധ്രുവീകരണത്തിൻ്റെ അടയാളമാണെന്ന് ഇങ്ങനെ പറയാൻ പറ്റും? ആ പേരെങ്ങനെ പറയാൻ പറ്റും? ശരിയാണ്, അവിടെ UDF-ന്, അവിടെ BJP-ക്കാണ് LDF-നേക്കാൾ കൂടുതൽ ജനപ്രതിനിധികളുള്ളത്. പക്ഷേ അവിടെ UDF-നുള്ള സ്ഥാനാർത്ഥികൾ നോക്കൂ, UDF-നുള്ള 13 പേർ, അവിടെയും മുസ്ലിം സാന്നിധ്യമില്ല ചെങ്ങന്നൂർ നഗരസഭയിൽ. അപ്പോൾ എങ്ങനെയാണോ ചെങ്ങന്നൂർ നഗരസഭയിൽ മുസ്ലിം സാന്നിധ്യമില്ലാത്തത്, അതെന്തുകൊണ്ടാണ് സജി ചെറിയാൻ പറയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് കാസർഗോഡും മലപ്പുറവും മാത്രം പറയുന്നത് എന്നുള്ളതിലാണ് ഇന്ന് യഥാർത്ഥത്തിൽ ചർച്ച നിന്നത്. ഹൈന്ദവ മേഖലയിൽ നിന്ന് BJP-ക്ക് കൂടുതൽ വോട്ടുകൾ പോകുന്നു, മുസ്ലിം മേഖലയിൽ നിന്ന് മുസ്ലിം ലീഗിന് കൂടുതൽ വോട്ടുകൾ പോകുന്നു എന്നത് പറയുന്നത് യഥാർത്ഥത്തിൽ വാക്കുളുക്കിപ്പോയതാണോ, അഥവാ അത് പറയാൻ ഉദ്ദേശിച്ച് പേരിലേക്ക് പോയതാണോ ജിമ്മി യഥാർത്ഥത്തിൽ സജി ചെറിയാന് പറ്റിയ അബദ്ധം? സജി ചെറിയാൻ പറയാൻ മറ്റെന്തോ അല്ലേ ശ്രമിച്ചത്? എനിക്കറിയില്ല, സജി ചെറിയാൻ പറഞ്ഞാൽ അങ്ങനെയാണെന്ന് വിശ്വസിക്കാം. പക്ഷേ ഇതിനൊരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ ആ പാറ്റേണിൽ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കുറച്ച് മാസങ്ങളായി മുസ്ലിം വർഗീയത, ജമാഅത്തെ ഇസ്ലാമി വന്ന് ആഭ്യന്തരം ഭരിക്കും എന്നൊക്കെ പറയുന്നതിന് ഒരു തുടർച്ചയായി ഒരു മന്ത്രി പറയുമ്പോൾ, CPM-ൻ്റെ ഭാഗത്തിൻ്റെ പ്രസ്താവന വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടല്ല, വളരെ ശക്തമായി തന്നെ സംശയിക്കാവുന്നത് ഇത് മനഃപൂർവ്വം പറഞ്ഞത് തന്നെയാണ്. പറഞ്ഞതിൻ്റെ ഡോസ് അല്പം കൂടിപ്പോയപ്പോൾ ഞാനത് പിൻവലിച്ചു, അല്ലെങ്കിൽ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് മന്ത്രി പറഞ്ഞതാണോ? അത് സത്യത്തിൽ സജി ചെറിയാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അത് സജി ചെറിയാനേ അറിയൂ. പക്ഷേ ഈ ഒരു പാറ്റേൺ വെച്ച് നോക്കിയാൽ കഴിഞ്ഞ കുറേ കാലമായി വെള്ളാപ്പള്ളി നടേശന് പിന്നാലെ അദ്ദേഹത്തെ പിൻപറ്റിയും അദ്ദേഹത്തെ പിന്തുണച്ചും അദ്ദേഹത്തെ കാര്യമായി തള്ളിപ്പറയാതെയും LDF-ൻ്റെ ഭാഗത്തുനിന്ന് CPM-ൻ്റെ ഭാഗത്തുനിന്ന് അതേ ലൈൻ പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം സജി ചെറിയാൻ്റെ ന്യായത്തെ ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ അദ്ദേഹം ശരിയായിരിക്കാം. ഓക്കെ, നമുക്ക് അത് ഒന്നും കൂടി ഒന്ന് കേൾക്കാം. ഒരിക്കൽ കൂടി സജി ചെറിയാൻ എന്താണ് പറഞ്ഞത് എന്നുള്ളത് ശ്രദ്ധിച്ചു കേൾക്കും. ചേരിതിരിവുണ്ടാക്കാൻ അപകടകരമായ അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല. ഏത് നേതാവാണിത്? അങ്ങനെ വരുമ്പോൾ അപ്പുറം ഇപ്പുറം ഒക്കെ സംഘടിക്കും. അത് ഈ കേരളത്തിൽ അപകടം ഉണ്ടാവും. നിങ്ങൾ കാസർഗോഡ് നഗരസഭയുടെ റിസൾട്ട് പരിശോധിച്ചാൽ മതി. ആർക്കൊക്കെ എവിടെയൊക്കെ ഭൂരിപക്ഷം ഉണ്ടോ ആ സമുദായത്തിൽപ്പെട്ടവർ ജയിക്കത്തുള്ളൂ. ഇനി സമുദായത്തിന് ഭൂരിപക്ഷം ഇല്ലാത്ത എവിടെ നിന്നാലും ജയിക്കത്തില്ല. അങ്ങനെ കേരളം പോണോ? ഇന്ത്യയിലെ പല സ്റ്റേറ്റും അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മലപ്പുറത്ത് നടന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ചു വന്നവരുടെ പേരൊക്കെ എടുത്ത് വായിച്ചു നോക്ക്. എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി? അങ്ങനെ പോകാൻ പാടുണ്ടോ? കാസർഗോഡ് മുനിസിപ്പാലിറ്റി എടുത്തു നോക്ക്. നിങ്ങളിത് ഉത്തർപ്രദേശും മധ്യപ്രദേശും ആക്കാൻ ശ്രമിക്കരുത്. ഇവിടെ ഹിന്ദു, മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാവരും ഒരു അമ്മപ്പെട്ട മക്കളെ പോലെ ജീവിക്കുന്ന സ്റ്റേറ്റാണ്. ഇവിടെ എല്ലാവർക്കും പ്രവർത്തിക്കണം, എല്ലാവരും മത്സരിക്കണം, എല്ലാവർക്കും ജനാധിപത്യത്തിൽ പങ്കെടുക്കാൻ അവകാശമുണ്ട്. ഈ ലോജിക്ക് യഥാർത്ഥത്തിൽ ജിമ്മി പൊളിഞ്ഞു പോകുന്നത് കാസർഗോഡ് മലപ്പുറത്തും അല്ല, ചെങ്ങന്നൂർ പൊളിഞ്ഞു പോകും. കാര്യം ചെങ്ങന്നൂർ ഞാൻ ഈ പറഞ്ഞതുപോലെ LDF-ൻ്റെയോ UDF-ൻ്റെയോ BJP-യുടെയോ ജയിച്ചു വന്ന ജനപ്രതിനിധികളിൽ തോറ്റുപോയവരിൽ പോലും മുസ്ലിം പ്രാതിനിധ്യം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.
അതാണ് യഥാർത്ഥ സജി ചെറിയാനെ പറ്റിയ ഫാക്ച്വൽ ആയിട്ടുള്ള എറർ. പക്ഷേ ഫാക്ച്വൽ എററിനും അപ്പുറം പൊളിറ്റിക്കലായിട്ടുള്ളൊരു തെറ്റ് സജി ചെറിയാനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ സജി ചെറിയാനെ തിരുത്തുമോ എന്നുള്ളതാണ് ചോദ്യം. Meet the editors.